എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് പലരും എന്നോട് ചോദിച്ചു, ഇത് എന്താണ്? ഇത് എൻ്റെ പാത്രത്തിൽ വന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള സിംബാബ്വേയിൽ ബുലാവ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ ഭാഷ, സംസ്കാരം, ഭക്ഷണരീതികൾ എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ പ്രധാന ഭക്ഷണമാണ് സജ. ബീഫ്, ചിക്കൻ, പോർക്ക് എന്നിവയുടെ കൂടെ ഗ്രില്ല് ചെയ്താണ് അത് കഴിക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ളയാൾ പറഞ്ഞു, ഇന്ന് കഴിക്കാൻ നമുക്ക് DNOയിൽ പോയാലോ? അവിടെ ചെന്നപ്പോഴാണ് രസം. നമുക്ക് കഴിക്കാൻ എന്താണോ വേണ്ടത് അത് വാങ്ങി നമ്മൾ പാകം ചെയ്യാൻ മറ്റൊരിടത്ത് കൊണ്ടു കൊടുക്കണം. അവർ അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നൽകിത്തരും. അവിടെ വെച്ചിരിക്കുന്ന ഓരോ വിഭവങ്ങൾ കണ്ട് കൊതിയൂറി ഉള്ളിലുള്ള സന്തോഷം അണപൊട്ടാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ലീന ഓരോന്നും നോക്കിക്കണ്ടു. ഓ, ഇതെന്താണ്? കുടലോ മറ്റോ ആണോ? അല്ലല്ലല്ല, ഇതാണ് സോസേജ്. മാംസം ചതച്ച് പ്രത്യേക പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ട് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഈ രൂപത്തിലാക്കിയെടുക്കുന്നു. ഇത് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങി ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി ഒരു കവറിലാക്കി വളരെ സന്തോഷത്തോടു കൂടെ അവിടെ നിന്നിറങ്ങി മറ്റൊരു വാതിലിലൂടെ ഇത് പാകം ചെയ്യുവാനായിട്ട് ഉള്ളിലേക്ക് കടന്നു. അവിടെ ചെന്നപ്പോഴാണ് രസം. ഇത് റെഡിയായി വരാൻ 45 മിനിറ്റിലേറെ സമയം വേണ്ടിവരും. എന്തു ചെയ്യാനാണ്? കാത്തിരുന്നല്ലേ പറ്റൂ. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഞങ്ങൾ കാത്തിരിപ്പ് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികളെപ്പറ്റി ഞങ്ങളുടെ കൂടെയുള്ളയാൾ വാചാലനായി. ഇടയ്ക്ക് ഞങ്ങൾ പോയി നോക്കി, എന്തായി ഞങ്ങളുടെ ഭക്ഷണം? അദ്ദേഹം പറഞ്ഞു, വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി എടുക്കും. വാവ്! നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവിടുത്തെ വെയിറ്റർ ഞങ്ങളുടെ ഭക്ഷണവുമായി കടന്നു വന്നു. ഇനി ഒരു കടന്നാക്രമണം. ആന കരിമ്പും കാട്ടിലേക്ക് കയറിയതുപോലെ ഞങ്ങൾ 3 പേരും അതിലേക്ക് കടന്നു കയറി. വളരെ ആവേശത്തോടുകൂടി ആഫ്രിക്കയുടെ തനതായ ടേസ്റ്റ് നുകർന്നുകൊണ്ട് ഓരോന്നോരോന്നായി ഞങ്ങൾ അകത്താക്കി. എന്തു രുചി! അല്പനിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കാലിയായി. ആഫ്റ്റർ ഓൾ, ഐ ക്യാൻ സേ വൺ തിങ്, ഇറ്റ്സ് ഡിലീഷ്യസ്. വി ലവ് സിംബാബ്വേൻ ടേസ്റ്റ്.